കേട്ടിട്ടുണ്ടോ? പ്രതിയെ പരോളിന് വിട്ടു. ഒരാൾ എന്നോട് ചോദിച്ച സംശയമാ, പ്രതിയെ കോടതി പരോളിന് വിട്ടല്ലോ. തെറ്റാണ് കേട്ടോ. കോടതിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ പരോളിന് വിടുന്നത്. ഗവൺമെന്റ് ആണ് പ്രതികൾക്ക് പരോള് നൽകുന്നത്, അല്ലെങ്കിൽ ലീവ് നൽകുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് 2010 പ്രകാരമാണ് പ്രതികൾക്ക് ലീവ് അഥവാ പരോള് നൽകുന്നത്. ഈ പരോള് നൽകുന്നത് വെറുതെ ഒന്നും കൊടുക്കത്തില്ല, ചില കണ്ടീഷൻസ് ഉണ്ട്. റൂൾ 397 പ്രകാരമാണ് പരോള് നൽകുന്നത്. ഇയാൾ നല്ല ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒന്ന് ഇറക്കി വിട്ടാലും നല്ല രീതിയിൽ പെരുമാറും എന്ന് ജയിൽ അധികൃതർക്ക് തോന്നി അവർ ഗവൺമെന്റിനോട് ആപ്ലിക്കേഷൻ ഇട്ടാൽ മാത്രമേ ഗവൺമെന്റ് സമ്മതിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ 1/3 ഭാഗം മിനിമം അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, അനുഭവിച്ചിരിക്കണം. എന്നാൽ മാത്രമേ പരോള് കിട്ടുള്ളൂ. ഇപ്പൊ 9 വർഷത്തേക്ക് ശിക്ഷിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ 1/3 ഭാഗം എന്ന് പറയുന്നത് 3 അപ്പൊ 3 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ജയിലിൽ കിടന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, പരോള് കിട്ടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഗുഡ് ബിഹേവിയർ ആയിരിക്കണം. സമൂഹത്തിലോട് ചെന്നാലും ആളുകളോട് ഇടപെടുന്ന രീതിയാണെങ്കിലും ജയിൽ അധികൃതരോട് ഇടപെടുന്ന രീതിയാണെങ്കിലും നല്ലൊരു മാതൃകയായിട്ട് തോന്നണം. എന്നാൽ മാത്രമേ ഈ പരോള് നൽകൂ. പിന്നെ ഈ പരോളിനെ ശിക്ഷിച്ച വ്യക്തി മിനിമം 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ചെയ്യേണ്ട കുറ്റമല്ലോ ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത്. മീൻസ് ഒരു 5 വർഷമോ 10 വർഷമോ ഉള്ള ഏതെങ്കിലും ഒരു പണിഷ്മെന്റ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, പരോള് ലഭിക്കുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കോടതിയാണ് പരോള് നൽകുന്നത്, കോടതിയാണ് പരോള് നൽകുന്നത്. അങ്ങനെയല്ല, ഗവൺമെന്റ് ആണ് പരോള് നൽകുന്നത്. മറക്കരുത്. ഓക്കെ, താങ്ക് യു.